നമസ്കാരം, സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മംഗളൂരുവിൽ വൻ ലഹരി മരുന്ന് വേട്ട. 119 കിലോഗ്രാം കഞ്ചാവുമായി 2 മലയാളികൾ ഉൾപ്പെടെ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇടിഞ്ഞു വീഴാറായ മൺകൂരയിൽ നിന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള സ്നേഹ വീട്ടിലേക്ക് താമസം മാറിയതിന്റെ സന്തോഷത്തിലാണ് കാസർഗോഡ് കൊല്ലാടയിലെ നിർധന കുടുംബമായ ഷൈജു ഷീജ ദമ്പതികൾ. കോൺഗ്രസ് നേതൃത്വത്തിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാനം ഷാഫി പറമ്പിൽ എം പി നിർവഹിച്ചു. മടിയൻകുളം ക്ഷേത്രപാലക ക്ഷേത്ര നവീകരണം. തെക്കേ കൊട്ടാരം പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി മാടെടുക്കൽ പ്രവൃത്തി ആരംഭിച്ചു. നഗരങ്ങളിലെ ഭൂമിയുടെ വിവരങ്ങൾ നക്ഷ സർവേയിലൂടെ ശേഖരിക്കുന്നു. ജില്ലയിൽ കാസർഗോഡ് നഗരസഭയിലാണ് സർവേ തുടങ്ങിയത്. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കാസർഗോഡ് മുനിസിപ്പൽ വനിതാ ഹാളിൽ എന്നെ നെല്ലിക്കുന്ന MLA നിർവഹിച്ചു. മംഗളൂരുവിൽ ഫുട്ബോൾ ടൂർണമെന്റിനിടെ ഗാലറി തകർന്നു വീണു. MKക്ക് സമീപം കഴിഞ്ഞ ദിവസം വൈകിട്ട് 6:30 സംഭവം. ആർക്കും കാര്യമായ പരിക്കില്ല. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. എൻഡോസൾഫാൻ 1031 സമരസമിതിയുടെ നേതൃത്വത്തിൽ 27 കളക്ടറേറ്റ് മാർച്ച് നടത്തും. എൻഡോസൾഫാൻ ദുരിതബാധിത പട്ടികയിൽ നിന്നും കാരണമൊന്നുമില്ലാതെ ഒഴിവാക്കിയ 1031 എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രഖ്യാപിച്ച സഹായം നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് കളക്ടറേറ്റ് മാർച്ച് നടത്തുന്നത്. കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡ്, കാഞ്ഞങ്ങാട് നഗരസഭ, നബാർഡ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കഫേ കുടുംബശ്രീ ഫുഡ് ഫെസ്റ്റിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളി ബസ് സ്റ്റാൻഡ് പരിസരത്ത് കാഞ്ഞങ്ങാട് 2nd ഒതുമ്മ CDSലെ കലാകാരികളുടെ കലാസന്ധ്യ അരങ്ങേറി. വാർത്തകൾ വിശദമായി. മംഗളൂരുവിൽ വൻ ലഹരി മരുന്ന് വേട്ട. 119 കിലോഗ്രാം കഞ്ചാവുമായി 2 മലയാളികൾ ഉൾപ്പെടെ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മംഗളൂരുവിൽ വൻ ലഹരി മരുന്ന് വേട്ട. 119 കിലോഗ്രാം കഞ്ചാവുമായി 2 മലയാളികൾ ഉൾപ്പെടെ 4 പേരെ CCB പോലീസ് അറസ്റ്റ് ചെയ്തു. ഉപ്പള കുക്ക സ്വദേശി മൊയ്തീൻ ഷബീർ, ആലപ്പുഴ ചാരമംഗലം സ്വദേശി U അജയ് കൃഷ്ണൻ, മഹാരാഷ്ട്ര താനെ സ്വദേശി മഹേഷ് ദ്വാരകാനാഥ് പാണ്ഡെ, ഹരിയാന സ്വദേശി ജീവൻ സിംഗ് എന്നിവരാണ് അറസ്റ്റിലായത്. ആന്ധ്രയിൽ നിന്ന് കേരളത്തിലേക്ക് കടത്തുകയായിരുന്ന കഞ്ചാവാണ് പിടികൂടിയത്. ഇവർ സഞ്ചരിച്ച കേരള രജിസ്ട്രേഷനുള്ള വാഹനങ്ങൾ പോലീസ് പിടിച്ചെടുത്തു. കാറിൽ നിന്ന് 34 കിലോഗ്രാമും വാനിൽ നിന്ന് 85 കിലോഗ്രാം കഞ്ചാവുമാണ് കണ്ടെടുത്തത്. മത്സ്യം കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ട്രെയിൽ 40 പാക്കറ്റുകളിലായി കടത്തുകയായിരുന്ന കഞ്ചാവാണ് കണ്ടെടുത്തത്. ഒട്ടേറെ കേസുകളിൽ പ്രതിയാണ് മൊയ്തീൻ ഷബീർ. മറ്റു പ്രതികൾക്കെതിരെയും ലഹരി കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മംഗളൂരു. ഇടിഞ്ഞു വീഴാറായ മൺകൂരയിൽ നിന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള സ്നേഹ വീട്ടിലേക്ക് താമസം മാറിയതിന്റെ സന്തോഷത്തിലാണ് കാസർഗോഡ് കൊല്ലാടയിലെ നിർധന കുടുംബമായ ഷൈജു ഷീജ ദമ്പതികൾ. കോൺഗ്രസ് നേതൃത്വത്തിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാനം ഷാഫി പറമ്പിൽ MP നിർവഹിച്ചു. പ്ലാസ്റ്റിക് ഷീറ്റ് മറച്ച മൺകട്ട കൊണ്ടുള്ള ഇടിഞ്ഞു വീഴാറായ കൂരയിൽ നിന്ന് 8.5 ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ച സ്നേഹവീട് കുഞ്ഞുഞ്ഞു ഭവനത്തിൽ കമ്പല്ലൂർ കൊല്ലാടയിലെ ഷൈജു ഷീജ ദമ്പതികൾ താമസം തുടങ്ങുമ്പോൾ സന്തോഷം പങ്കിട്ട് മലയോരവാസികൾ ഒന്നടങ്കം ഒത്തുകൂടി. കൂലിപ്പണിയെടുത്ത് ഉപജീവനം പുലർത്തുന്ന കുടുംബത്തിന് നല്ലൊരു വീടെന്ന സ്വപ്നം അന്യമായി കൊണ്ടിരിക്കുമ്പോഴാണ് മികവോടെ മലയോരം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് അംഗം ജോമോൻ ജോസ് മുൻകൈയെടുത്ത് കോൺഗ്രസ് കൊല്ലാട കമ്പല്ലൂർ വാർഡ് കമ്മിറ്റികൾ ചേർന്ന് ധനശേഖരണം നടത്തി വീട് നിർമ്മാണം പൂർത്തിയാക്കിയത്. ആഹ്ലാദഭരിതമായ അന്തരീക്ഷത്തിൽ ഷാഫി പറമ്പിൽ MPയും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയും ചേർന്ന് വീടിന്റെ താക്കോൽ കൈമാറി. ഇപ്പൊ ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ നിങ്ങൾ എല്ലാവരെയും ചേർത്ത് പിടിച്ചു. നിങ്ങളെല്ലാം സാധാരണക്കാർ അവനവന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ളപ്പോഴും അതിൽ നിന്ന് സ്വരൂപിച്ച് അതിൽ നിന്ന് മിച്ചം വെച്ചും ആളുകളെ കണ്ടും സഹായം അഭ്യർത്ഥിച്ചും ഈ ഒരു കുടുംബത്തെ അവർക്കാരും സഹായം നൽകിയതല്ല, അവർക്കാരും ഔദാര്യം നൽകിയതല്ല. കാരണം ഇത് കുഞ്ഞൂഞ്ഞിന്റെ പേരിലാണെങ്കിൽ അതിനൊരു അർത്ഥമേ ഉള്ളൂ. അവർക്ക് അവരുടെ അവകാശമാണ് നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. വിശ്വാസ്യതയാണ് ഒരു ജനപ്രതിനിധിയുടെ, ഒരു പൊതുപ്രവർത്തകന്റെ മാനദണ്ഡമെങ്കിൽ ഇതിനേക്കാൾ മികച്ചൊരു പേര് നമുക്ക് അവതരിപ്പിക്കാനില്ല. അദ്ദേഹം സംസാരിക്കാൻ തന്നെ പറഞ്ഞു, ഒക്ടോബർ ഡിസംബറോടുകൂടി ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന പദവി കാലാവധി അവസാനിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ഒരുമിച്ച് വിചാരിച്ചാൽ, നിങ്ങളൊന്ന് തീരുമാനിച്ചാൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള കാലാവധി അവിടെ തീരുമെങ്കിലും ജനപ്രതിനിധിയായിട്ട് അദ്ദേഹത്തിന്റെ കാലാവധി പിന്നെയും തുടരുന്ന സാഹചര്യം ഈ നാട്ടിലുണ്ടാകും. 2 ബെഡ്റൂമുകളും ഹാളും കിച്ചണും അടങ്ങുന്നതാണ് സ്നേഹവീട്.
2024 ഒക്ടോബർ 27 ഉമ്മൻചാണ്ടിയുടെ ജന്മദിനത്തിൽ തറക്കല്ലിട്ട് ജനകീയ കൂട്ടായ്മയോടെ 4 മാസത്തിനകം ഭവന നിർമ്മാണം പൂർത്തിയാക്കി വീട് നിർധന കുടുംബത്തിന് കൈമാറിയതിന്റെ ആവേശത്തിലാണ് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം. ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. മടിയൻകുളം ക്ഷേത്രപാലക ക്ഷേത്രം നവീകരണം തെക്കേ കൊട്ടാരം പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി മാടെടുക്കൽ പ്രവൃത്തി ആരംഭിച്ചു. മടിയൻകോലം ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി പത്തായപ്പുര ഉൾക്കൊള്ളുന്ന തെക്കേ കൊട്ടാരത്തിന്റെ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി മാടെടുക്കൽ പ്രവൃത്തി ആരംഭിച്ചു. കിഴക്കുംകര കല്യാൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിലാണ് തെക്കേ കൊട്ടാരത്തിന്റെ പുനർനിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്. ക്ഷേത്രം വലിയച്ഛൻ കുമാരൻ കോമരം തെക്കേ കൊട്ടാര ഗോപുരമാടിന്റെ ആദ്യ ഓട് നീക്കിക്കൊണ്ട് പ്രവൃത്തിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അതിപുരാതനമായ മടിയൻ ക്ഷേത്രപാലകൻ അമ്മ മടിയൻ കാലരാത്രിയുടെ ക്ഷേത്രം മടിയൻകൂലം സ്വർണ്ണപ്രശ്ന ചിന്തയിൽ കണ്ട പ്രകാരം നവീകരിക്കണമെന്ന് തീരുമാനിച്ച പ്രകാരം ശ്രീ കല്യാൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ പ്രവർത്തകന്മാരും കമ്മിറ്റി അംഗങ്ങളും തെക്കേ കൊട്ടാരം നവീകരിക്കണമെന്ന് തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ ക്ഷേത്രം ആചാര സ്ഥാനികരും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും ഇന്ന് അതിൻ്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. കല്യാൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ സുരേഷ് അന്തിത്തിരിയൻ, നാരായണൻ കോമരം, കണ്ണൻ കോമരം, ശശി ഊരാളൻ എന്നിവർ നേതൃത്വം നൽകി. കല്യാൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് പി ഗംഗാധരൻ പാലക്കി, വൈസ് പ്രസിഡന്റ് വി രാജൻ, ഗജാൻജി കുമാരൻ പുതിയകണ്ഠം, മടിയൻകുളം ക്ഷേത്ര ട്രസ്റ്റി ബോർഡ് ചെയർമാൻ വി എം ജയദേവൻ, ട്രസ്റ്റി ബോർഡ് മെമ്പർ വി നാരായണൻ, നിർമ്മാണ കമ്മിറ്റി കൺവീനർ സുധീഷ് പാലക്കി തുടങ്ങിയവരും കല്യാൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര മെമ്പർമാരും മറ്റ് ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കാളികളായി. ഫെബ്രുവരി 23 രാവിലെ കല്യാൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ഉൾപ്പെടുന്ന എല്ലാ പ്രാദേശിക തലത്തിൽ നിന്നുള്ള അംഗങ്ങൾ എത്തിച്ചേർന്ന് ശ്രമദാനത്തിലൂടെ മാട് നീക്കൽ പ്രവൃത്തി പൂർത്തിയാക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നഗരങ്ങളിലെ ഭൂമിയുടെ വിവരങ്ങൾ നക്ഷ സർവേയിലൂടെ ശേഖരിക്കുന്നു. ജില്ലയിൽ കാസർഗോഡ് നഗരസഭയിലാണ് സർവേ തുടങ്ങിയത്. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കാസർഗോഡ് മുനിസിപ്പൽ വനിതാ ഹാളിൽ നിൽക്കുന്ന MLA നിർവഹിച്ചു. ഡിജിറ്റൽ ഇന്ത്യ ലാൻഡ് റെക്കോർഡ്സ് മോഡേണൈസേഷൻ പ്രോഗ്രാമിന്റെ കീഴിൽ നഗരപ്രദേശങ്ങളിലെ എല്ലാ ഭൂമികളും ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നക്ഷ പദ്ധതിയിലൂടെയാണ് തിട്ടപ്പെടുത്തുന്നത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ച വ്യക്തിഗത തർക്കങ്ങൾ നിയമപരമായി പരിഹരിക്കുന്നതിനും കയ്യേറ്റങ്ങൾ തടയുന്നതിനും സർവേ സഹായിക്കും. കൃത്യമായ ഭൂരേഖകൾ ഫലപ്രദമായ നഗരാസൂത്രണം സുഗമമാക്കും. വിഭവങ്ങൾ കാര്യക്ഷമമായി വിനിയോഗിക്കുവാനും അടിസ്ഥാന സൗകര്യങ്ങൾ ആസൂത്രണം ചെയ്യുവാനും നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുവാനും പ്രാദേശിക സർക്കാരുകളെ പ്രാപ്തമാക്കുന്നതാണ് സർവേ. ഇത് ഭൂവിനിയോഗ രീതികൾ വിലയിരുത്തുകയും ഭവനം, ഗതാഗതം തുടങ്ങിയ സേവനങ്ങളുടെ ലഭ്യത നിർണ്ണയിക്കുകയും ചെയ്യും. വസ്തുവകകളുടെ മൂല്യങ്ങൾ വിലയിരുത്തുകയും നികുതികൾ ന്യായമായി ഈടാക്കുന്നതിനും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനും സഹായിക്കും. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അപകട സാധ്യത വിലയിരുത്തുന്നതിനും അടിയന്തര ആസൂത്രണത്തിനും വിഭവ വിനിയോഗത്തിനും അപ്ഡേറ്റ് ചെയ്ത ജിയോ നാഷണൽ ലാൻഡ് രേഖകൾ സഹായിക്കും. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കാസർഗോഡ് മുനിസിപ്പൽ വനിതാ ഹാളിൽ നെല്ലിക്കുന്നി MLA നിർവഹിച്ചു. കേരളത്തിലെ 10 മുനിസിപ്പാലിറ്റികളാണ് ഈ നക്ഷ ഇപ്പോൾ നടപ്പിലാക്കുന്നത്. ആ ഒരു 10 മുനിസിപ്പാലിറ്റികളിൽ ഒരു മുനിസിപ്പാലിറ്റി നമ്മുടെ കാസർഗോഡാണ്. ആ ഒരു ഭാഗ്യം നമുക്ക് കൈവന്നിരിക്കുന്നു. ആ ഭാഗ്യം ആരാണോ നമുക്ക് നൽകിയത് അവരെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഭൂമിക്ക് വേണ്ടിയുള്ള കടം ഇനി ഉണ്ടാവുകയില്ല എന്ന് വിചാരിക്കുന്നു. വെള്ളത്തിന് വേണ്ടിയുള്ള കടം, കെട്ടിടങ്ങൾക്ക് വേണ്ടിയുള്ള കടം ഒക്കെ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയും. നക്ഷ കേന്ദ്രാധിഷ്ഠിത പദ്ധതിയാണ്. ഇത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ ജനങ്ങളുടെ ജീവിതത്തിലും നമ്മുടെ നാടിന്റെ പ്രവർത്തന രംഗത്തുമൊക്കെ കാര്യമായ മാറ്റമുണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ മുഖ്യപ്രഭാഷണം നടത്തി. റീസർവേ അസിസ്റ്റന്റ് ഡയറക്ടർ ആസിഫ് അലിയാർ, ഷംസീദ ഫിറോസ്, P. രമേശ്, M. ലളിത, KP. ഗംഗാധരൻ, സർവേ സൂപ്രണ്ട് KV. പ്രസാദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഒരിടവേള. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story.
one vow at a time. Celebrating Viva by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോൺ, പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. വസ്ത്രവിസ്മയങ്ങളിലെ പുതുമകൾ കൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയ കാഞ്ഞങ്ങാട് ഇമ്മാനുവൽ സിൽക്സ്. വ്യത്യസ്തങ്ങളായ പട്ടുസാരികൾ, വെഡ്ഡിംഗ് ഗൗണുകൾ, ലെഹങ്കകൾ, ലാച്ചകൾ തുടങ്ങിയവയുടെ വിസ്മയ കളക്ഷനുകളും ഓരോ വധൂവരന്മാർക്കും അണിഞ്ഞൊരുങ്ങുവാൻ മനോഹരങ്ങളായ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചകൾ, ഷെർവാണി, സൂട്ട്സ് തുടങ്ങിയവയുടെ വിപുലമായ ശ്രേണികൾ. ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. വാർത്തകൾ തുടരുന്നു. മംഗളൂരുവിൽ ഫുട്ബോൾ ടൂർണമെന്റിനിടെ ഗാലറി തകർന്നു വീണു. എംകെരയ്ക്ക് സമീപം കഴിഞ്ഞ ദിവസം വൈകിട്ട് 6:30 സംഭവം. ആർക്കും കാര്യമായ പരിക്കില്ല. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. Nothing happened. People are safe. Everything is all right. Audience, please set back. Please set back. Everything is all right. Nothing happened. All are safe. People are safe. I was warning you. In entire match, actually in entire BSL, please take care of yourself. We are not responsible for your life. Please. Kids are sitting with you. For kids' sake, please don't jump. നിങ്ങളൊട്ടിಗೆ ಮಕ್ಕಳದ ಈ ಕಡೆ ಅಂಕೈತು ತುಲ್ಲಂಡ ಅದ್ರ ಮೇಲೆ ತುಲ್ಲಂಡ ಪ್ಲೀಸ್ ಜಂಪ್ ಹಾಕಂಡ. എൻഡോസൾഫാൻ 1031 സമരസമിതിയുടെ നേതൃത്വത്തിൽ 27 കളക്ടറേറ്റ് മാർച്ച് നടത്തും. എൻഡോസൾഫാൻ ദുരിതബാധിത പട്ടികയിൽ നിന്നും കാരണമൊന്നുമില്ലാതെ ഒഴിവാക്കിയ 1031 എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രഖ്യാപിച്ച സഹായം നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് കളക്ടറേറ്റ് മാർച്ച് നടത്തുന്നത്. 2017 പ്രത്യേക മെഡിക്കൽ ക്യാമ്പിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 1905 ദുരിതബാധിതരിൽ നിന്നും കാരണമൊന്നുമില്ലാതെ ഒഴിവാക്കിയ 1031 എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് കാസർഗോഡ് പാക്കേജിൽ ഉൾപ്പെടുത്തി സഹായിക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചിരുന്നതായും നിയമസഭാ രേഖകളിൽ ഇക്കാര്യം വന്നതായും എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഈ വിഷയത്തിൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും സമരസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിരവധിയായ പ്രക്ഷോഭങ്ങൾക്ക് ശേഷം 4 മാസത്തിലധികം കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ അനിശ്ചിതകാല സമരം നടത്തുന്ന ഘട്ടത്തിലാണ് കാസർഗോട്ടെ 5 MLA-മാരുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയത്. ഇതേ തുടർന്നാണ് അന്ന് അനിശ്ചിതകാല സമരം പിൻവലിച്ചത്. ഒത്തുതീർപ്പ് വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചുവെങ്കിലും പിന്നീട് ഇക്കാര്യത്തിൽ മറ്റ് നടപടികളൊന്നും ഉണ്ടായില്ല. ഈ സാഹചര്യത്തിൽ തുടർ സമരമല്ലാതെ മറ്റ് മാർഗങ്ങളില്ലെന്നും സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. 27 രാവിലെ 10 മണിക്കാണ് കളക്ടറേറ്റ് മാർച്ച്. സമരം വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ നേതാക്കൾ സമരത്തിൽ പങ്കെടുക്കുമെന്നും സമരസമിതി ഭാരവാഹികൾ അറിയിച്ചു. ജൂലൈ 10 നിയമസഭയിൽ എൻഡോസൾഫാൻ ദുരിതബാധിതരായ 1031 പേരെ കാസർഗോഡ് പാക്കേജിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് സഹായങ്ങൾ അനുവദിക്കാൻ നടപടി എടുത്തിട്ടുണ്ട് എന്ന് ആൾ പറഞ്ഞു. പക്ഷേ പിന്നീട് 6 മാസം കഴിഞ്ഞിട്ടും ഇതുവരെ 6-7 മാസമായി
ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പം നമ്മൾ പറഞ്ഞാൽ ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന മക്കളും ആണ് ഇതിലുള്ളത്. വീട്ടിലാക്കിയിട്ടാണ് നമ്മളിപ്പോൾ ഈ പത്രസമ്മേളനത്തിൽ തന്നെ വന്നത്. ഒരുപാട് കഷ്ടം അനുഭവിക്കുന്ന നമ്മൾ അർഹരാണ്, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതാണ്, നമ്മൾ ലിസ്റ്റിൽ എടുത്തതാണ്. അപ്പോൾ അതിനെതിരെ ഞങ്ങൾ 1031 വരെ നിർബന്ധമായി എടുക്കുക. മുഖ്യമന്ത്രി നമുക്ക് വാക്ക് തന്നതാണ്. നിയമസഭയിലെ രേഖ ഇപ്പം നിങ്ങൾ കേട്ടല്ലോ, ആൾ പറഞ്ഞത് രേഖ ഞങ്ങളെ കയ്യിലുണ്ട്, ഞങ്ങൾക്ക് തന്നത് കിട്ടി. അപ്പോൾ കളക്ട്രേറ്റിലേക്ക് നമ്മൾ ഫെബ്രുവരി 27-ാം തീയതി മാർച്ച് വെച്ചിട്ടുണ്ട്. പ്രമീള ചന്ദ്രൻ, ബിന്ദു മടിക്കൈ, പി ഷൈനി, പ്രസന്ന കാഞ്ഞങ്ങാട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡ്, കാഞ്ഞങ്ങാട് നഗരസഭ, നബാർഡ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കഫേ കുടുംബശ്രീ ഫുഡ് ഫെസ്റ്റിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളി ബസ് സ്റ്റാൻഡ് പരിസരത്ത് കാഞ്ഞങ്ങാട് സെക്കൻഡ് ഉദുമ CDSലെ കലാകാരികളുടെ കലാസന്ധ്യ അരങ്ങേറി. പ്രായഭേദമന്യേ കുട്ടികൾ ഉൾപ്പെടെ പരിപാടിയിൽ അണിനിരുന്നു. കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡ്, കാഞ്ഞങ്ങാട് നഗരസഭ, നബാർഡ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കഫേ കുടുംബശ്രീ ഫുഡ് ഫെസ്റ്റിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് അലാമിപ്പള്ളി ബസ് സ്റ്റാൻഡ് പരിസരത്താണ് കാഞ്ഞങ്ങാട് സെക്കൻഡ് ഉദുമ CDSലെ കലാകാരികളുടെ കലാസന്ധ്യ അരങ്ങേറിയത്. പ്രായഭേദമന്യേ കുട്ടികൾ ഉൾപ്പെടെ പരിപാടിയിൽ അണിനിരന്നു. ഒപ്പന, തിരുവാതിര, ഗ്രൂപ്പ് ഡാൻസ് എന്നുവേണ്ട കാഞ്ഞങ്ങാടിന്റെ തനത് കലയായ അലാമിക്കളി കൂടി വേദിയിൽ എത്തിയപ്പോൾ കാഴ്ചക്കാർക്കിടയിൽ കൗതുകമായി. ട്രാൻസ്ജെൻഡർ ഇഷ കിഷോറും ടീമും അവതരിപ്പിച്ച സെമി ക്ലാസിക്കൽ ഡാൻസ് കലാസന്ധ്യയ്ക്ക് മാറ്റുകൂട്ടി. 8 ദിവസങ്ങളിലായി നടക്കുന്ന ഫുഡ് ഫെസ്റ്റിവലിൽ എല്ലാ ദിവസവും രാത്രി വിവിധ CDSകളുടെ കലാപരിപാടികളാണ് നടക്കുന്നത്. ഫെബ്രുവരി 20-ന് കാസർഗോഡ് ജാസ് മ്യൂസിക്കിന്റെ മെഗാ ഇവന്റോടെ ഫുഡ് ഫെസ്റ്റിന് സമാപനമാവും. ഫെബ്രുവരി 22 മുതൽ മാർച്ച് 1 വരെ ചെറുവത്തൂരിൽ കഫേ കുടുംബശ്രീ ഫുഡ് ഫെസ്റ്റിവൽ നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ബാലികാ ബാലന്മാരുടെ ഇടപെടലുകൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ അവർ സൈബർ കുറ്റകൃത്യങ്ങളിൽ പെടാനുള്ള സാധ്യത രക്ഷിതാക്കൾ തിരിച്ചറിയേണ്ടതുണ്ടെന്ന് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി D. ശിൽപ അഭിപ്രായപ്പെട്ടു. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂൾ 84-ാം വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. ഓരോ കുട്ടിയും ഓരോ പ്രത്യേകതയുള്ളവരാണ്. അത് തിരിച്ചറിയാൻ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കുമാണ് വേഗത്തിൽ കഴിയുക. അത് കണ്ടെത്തി പ്രോത്സാഹനം നൽകിയാൽ അവരുടെ ഭാവി സുരക്ഷിതമായിരിക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. വാർഷികാഘോഷ യാത്രയയപ്പ് ചടങ്ങിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് വിവിധ മത്സരങ്ങളും നടത്തി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന 84-ാം വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പ് ചടങ്ങും ജില്ലാ പോലീസ് മേധാവി D. ശിൽപ ഉദ്ഘാടനം ചെയ്തു. എല്ലാ കുട്ടികളും ഇപ്പോൾ ഈവൻ റൂറൽ ഏരിയയിലുള്ള ആൾക്കാരും അവരുടെ ടാലന്റ് അവർ ഈ ഇന്റർനെറ്റ് വഴി മൊത്തം വേൾഡ് അവർ ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതുകൊണ്ട് നിങ്ങളെ കുട്ടികളെ ഡിസ്കറേജ് ചെയ്യാതെ അവരുടെ ടാലന്റ് എൻകറേജ് ചെയ്തിട്ട് അവർക്കൊരു പ്ലാറ്റ്ഫോം കൊടുക്കുക. ഓവറോൾ ഡെവലപ്മെന്റ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ ഇൻ ഫ്യൂച്ചർ അവർ ജോലി കയറി ആ സമയത്തിലും ഒരു ഹോബി എന്തായാലും ഉണ്ടെങ്കിൽ അവർ സ്ട്രെസ്സിനെ കുറയ്ക്കാൻ ആ ഹോബീസ് അവർക്കൊരു ഒരു രീതിയായിരിക്കും. സ്കൂൾ PTA പ്രസിഡന്റ് MV ഫൈസൽ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ രൂപത കോർപ്പറേറ്റ് മാനേജർ ഡോക്ടർ ക്ലാരൻസ് പാലിയത്ത് അനുഗ്രഹ ഭാഷണം നടത്തി. ഉപഹാര സമർപ്പണവും എൻഡോമെന്റ് വിതരണവും ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം E. ശശിധരൻ, ഫാദർ സന്തോഷ് തലച്ചിറയിൽ, സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ഷീന ജോർജ്, സീനിയർ അസിസ്റ്റന്റ് നിർമ്മല പോൾ, ജാസ്മിൻ തോമസ്, KV മുരളി, N. സുൽഫാനത്ത്, PU സുമതി എന്നിവർ സംസാരിച്ചു. വിരമിക്കുന്ന അധ്യാപകരായ ടോം പ്രസാദ്, KA ജെസി എന്നിവർ മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഇടവേള. Congratulations for your timely good service. All of your good nurses. നിങ്ങളെപ്പോലെ സമർത്ഥരായ നഴ്സുമാരെയാണ് ഈ ഹോസ്പിറ്റലിന് ആവശ്യം. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി മാറ്റിയെടുത്ത് അവരെ സാന്ത്വനിപ്പിക്കാൻ മനസ്സുള്ളവരാണ് നഴ്സുമാർ. നിങ്ങൾ ഓരോരുത്തർക്കും ആ കഴിവ് ഞാൻ കാണുന്നു. നിങ്ങൾ പഠിച്ചത്, നിങ്ങളെ പഠിപ്പിച്ചത് യൂണിറ്റിയാണ്. ഞങ്ങളിപ്പോൾ അഭിമാനിക്കുന്നു, അതിലേറെ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഈ അംഗീകാരം നമ്മുടെ യൂണിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. Bansur Hospital.
2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ ആൻഡ് മോസ്റ്റ് മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. Dedication, determination and divinity. കാഞ്ഞങ്ങാട് DNG ഫർണിച്ചറിൽ ആനിവേഴ്സറി സ്പെഷ്യൽ ബിഗ് സെയിൽ ജനുവരി 10 മുതൽ ഫെബ്രുവരി 10 വരെ. മലബാറിന്റെ പ്രൗഢിക്ക് മാറ്റുകൂട്ടുന്ന ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂമായ DNG ഫർണിച്ചറിൽ ആനിവേഴ്സറി സെയിലിന്റെ ഭാഗമായി 50% വരെ ഡിസ്കൗണ്ട്. ഇഷ്ട ഫർണിച്ചർ തടസ്സങ്ങളില്ലാതെ വാങ്ങാൻ ഈസി EMI സൗകര്യം. പഴയ ബെഡ് മാറ്റി പുതിയത് വാങ്ങാൻ മെഗാ എക്സ്ചേഞ്ച് ഓഫർ. ഓരോ 10,000 രൂപയുടെ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ആനിവേഴ്സറി സ്പെഷ്യൽ ഗിവവേയിൽ പങ്കെടുക്കാൻ 9605858326 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ DNG എന്ന് മെസ്സേജ് ചെയ്യുക. നിർദ്ദേശങ്ങൾ പാലിക്കുക. 4ന്റെ നിറവിൽ നാടിതുവരെ കാണാത്ത തകർപ്പൻ ഓഫറുമായി DNG ഫർണിച്ചർ, കാഞ്ഞങ്ങാട്. വാർത്തകൾ തുടരുന്നു. കാസർകോട്ടെ പുകയിലപ്പാടങ്ങൾ വിസ്തൃതിയിലേക്ക്. പുതുതലമുറ ഈ കൃഷിയോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നതും പുകയില ഉപയോഗത്തിന് സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയതും കർഷകരെ പിന്നോട്ടടുപ്പിക്കുന്നു. പുകയില കർഷകരെ സംരക്ഷിക്കുന്നതിനായി ബദൽ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ഏക ജില്ലയാണ് കാസർഗോഡ്. ഒരു കാലത്ത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നോക്കെത്താ ദൂരത്ത് നീണ്ടുകിടക്കുന്ന പുകയിലപ്പാടങ്ങൾ കാണാം. എന്നാൽ ഇന്ന് പേരിന് മാത്രമാണ് ഈ കൃഷി. പനയാൽ, കുണിയ, പെരിയ, കല്യോട്ട്, തന്നിത്തോട് ഭാഗങ്ങളിലെ നാമമാത്രമായ കർഷകരാണ് ചപ്പ് എന്നറിയപ്പെടുന്ന പുകയില കൃഷി രംഗത്ത് ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത്. പുതുതലമുറ ഈ കൃഷിയോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നതും പുകയില ഉപയോഗത്തെ സർക്കാർ പ്രോത്സാഹിപ്പിക്കാത്തതും ഈ കൃഷിയിൽ നിന്ന് കർഷകരെ പിന്നോട്ടടുപ്പിച്ചു. വർഷങ്ങൾക്ക് മുൻപ് ബേക്കൽ കോട്ടയുടെ തെക്കുഭാഗം മുതൽ ചേറ്റുകുണ്ട് വരെയുള്ള കടൽ തീരത്തോട് ചേർന്നുള്ള വയലുകൾ മാർച്ച് മാസം വരെ വിശാലമായ പുകയില പാടങ്ങളായിരുന്നു. അജാനൂർ, പള്ളിക്കര, പുല്ലൂർ പെരിയ, കോടോംബേളൂർ, പനത്തടി, ഉദുമ എന്നീ പഞ്ചായത്തുകളിലും കാഞ്ഞങ്ങാട് നഗരത്തിലുമുള്ള ധാരാളം കർഷകർ പുകയില കൃഷി ചെയ്തിരുന്നു. പുകയില ഉൽപ്പന്നങ്ങൾക്കെതിരെയുള്ള വ്യാപക ബോധവൽക്കരണവും കൃഷി ശോഷിക്കാനുള്ള കാരണമായി. കർണാടകയിലാണ് പ്രധാന വിപണി. പുകയില കർഷകരെ സംരക്ഷിക്കുന്നതിനായി ബദൽ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഏറ്റവും റിസ്ക് ബുദ്ധിമുട്ടുള്ള കൃഷി തന്നെയാണ് ഇത്. കാരണം വെച്ചാൽ പല തരത്തിൽ ഇങ്ങനെ മുറിച്ചൽ കട്ടാക്കി ഇതാക്കി നട്ടെന്ന് മുതൽ തയ്യ ആദ്യം വിത്ത് പാവിയിട്ട് തയ്യാക്കും, തയ്യാക്കും. അതിനെ വെച്ചിട്ട് വേറൊരു തറയിൽ കാണും. അതെല്ലാം പറമ്പിലാണ്. അവിടെ നിന്ന് വെച്ചിട്ടാണ് നടുന്നത്. ശല്യങ്ങൾ ഭയങ്കര ശല്യങ്ങളാണല്ലേ, കുറവും കീടങ്ങളും എല്ലായിട്ട് പച്ചപ്പുഴുവാണ് ഭയങ്കര ശല്യം. എല്ലാം കംപ്ലീറ്റ് തിന്ന്. നവംബർ, ഡിസംബർ മാസങ്ങളിൽ ആരംഭിക്കുന്ന കൃഷിയുടെ വിളവെടുപ്പ് മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലാണ്. പാകമായ തൈകളുടെ തല കൃത്യസമയത്ത് വെട്ടി നിർത്തണം. 90 ദിവസം കഴിയുന്നതോടെ വളർച്ചയെത്തിയാൽ മുറിച്ചെടുക്കുന്ന തൈകൾ 21 ദിവസം ഉണക്കുകയും വേണം. വെള്ളം നനയുകയോ ഈർപ്പം തട്ടുകയോ ചെയ്യാത്ത രീതിയിൽ പ്രത്യേകം തയ്യാറാക്കിയ ഷെഡിൽ തല കീഴായി കെട്ടിത്തൂക്കിയാണ് ഉണക്കിയെടുക്കുന്നത്. ഇലയെടുത്ത ശേഷം കളയുന്ന തണ്ടിനും വില ലഭിക്കും. മൂക്കുപൊടി ഉൾപ്പെടെയുള്ളവയുണ്ടാക്കുവാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഉണക്കിയെടുക്കുന്ന പുകയിലേക്ക് കിലോയ്ക്ക് 700 രൂപ വരെയാണ് വില. പാരമ്പര്യമായി കൃഷി ചെയ്യുന്നവരാണ് ഇവിടെയുള്ള ഭൂരിഭാഗം കർഷകരും. ന്യൂസ് ബ്യൂറോ, പെരിയ. തുളുനാടിന്റെ കമ്മ്യൂണിസ്റ്റ് നേതാവ് BV രാജൻ അനുസ്മരണ സമ്മേളനവും 1ാം വാർഷിക യോഗവും നടന്നു. CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തുളുനാട്ടിലെ പ്രധാന കമ്മ്യൂണിസ്റ്റ് നേതാക്കളിലൊരാളായ BV രാജന്റെ അനുസ്മരണ സമ്മേളനവും 1ാം വാർഷിക യോഗവും നടന്നു. മുതിർന്ന CPI നേതാവ് മോനു കുച്ചിക്കാട് പതാക ഉയർത്തി. അന്തരിച്ച BV രാജന്റെ വസതിക്ക് സമീപമുള്ള സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തി. CPI മഞ്ചേശ്വരം മണ്ഡലം സെക്രട്ടറി ജയറാം ബല്ലേംകൂടൽ വാർഷിക യോഗം ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി ശ്രീധർ മാട അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗം ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, ജില്ലാ കൗൺസിൽ അംഗങ്ങളായ രാമകൃഷ്ണ കടമ്പാർ, അജിത് MC ലാൽബാഗ്,
എസ് രാമചന്ദ്ര ബഡാജെ, കിഷൻ കുമാർ ഹെഗഡെ, ഹരീഷ് KR, മുസ്തഫ കടമ്പാർ, ശാന്താറാം ഷെട്ടി, ദയാകർ മാഡ, കുടുംബാംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്നേഹബന്ധവും പാർട്ടി ബന്ധവും എല്ലാമുള്ളൊരു സഖാവ് നമ്മെ വിട്ടുപിരിയുമ്പോൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ ബാധിക്കും. ആ വിഷമം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. എന്തായാലും രാജൻ മറ്റൊരു ലോകത്താണ്, നമുക്കറിയില്ല. നമ്മളിവിടുന്ന് പറയുന്ന കാര്യം രാജൻ കേൾക്കുന്നുണ്ടോ എന്നെനിക്കറിയില്ല. ചിലർ പറയുന്നത് കേൾക്കുന്നതാണ്, കേൾക്കുമെങ്കിൽ നല്ലത്. പക്ഷെ രാജൻ നമ്മുടെ പ്രസ്ഥാനത്തിന് ഒരു വലിയ കരുത്തായിരുന്നു. മണ്ഡലം സെക്രട്ടറി ജയറാം ബല്ലേങ്കൂടൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി CP ബാബു, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, T കൃഷ്ണൻ, എസ് രാമചന്ദ്ര ബഡാജെ, അജിത് MC ലാൽബാഗ്, സുന്ദരി R ഷെട്ടി, ലോറൻസ് ഡിസൂസ തുടങ്ങിയവർ സംസാരിച്ചു. പാർട്ടി നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ 100 കണക്കിന് പേർ പങ്കെടുത്തു. അബ്ദുൽ റഹിമാനുദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. നാലപ്പാടം കുന്നത്ത് തറവാട് കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി പടക്കെത്തി ഭഗവതിയുടെ തിരുമുടിക്കുള്ള കവുങ്ങുമുറിക്കൽ ചടങ്ങ് നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. നാലപ്പാടം കുന്നത്ത് തറവാട് കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി പടക്കെത്തി ഭഗവതിയുടെ തിരുമുടിക്കുള്ള കവുങ്ങുമുറിക്കൽ ചടങ്ങ് തറവാട് കാരണവർ നാരായണൻ പാടി നിർവഹിച്ചു. കവുങ്ങുമുറിച്ചുകൊണ്ട് ഘോഷയാത്രയായി തറവാട്ടിലേക്ക് എത്തിച്ചേർന്നു. ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും സ്ഥാനികന്മാരും കാരണവർമാരും ചടങ്ങിന് നേതൃത്വം നൽകി. കളിയാട്ട മഹോത്സവം മാർച്ച് 15, 16 തീയതികളിൽ നടക്കും. മാർച്ച് 14 വൈകുന്നേരം കുടുംബസംഗമം, മുതിർന്ന തറവാട്ടംഗങ്ങളെ ആദരിക്കൽ, SSLC, +2 മറ്റു ഉന്നത വിജയം നേടിയ തറവാട്ടംഗങ്ങളുടെ കുട്ടികളെ അനുമോദിക്കൽ ചടങ്ങ് നടക്കും. തുടർന്ന് നൃത്തനൃത്യങ്ങൾ അരങ്ങേറും. 15 ശനിയാഴ്ച കലവറ നിറയ്ക്കൽ ഘോഷയാത്ര മണലിൽ പാടാർകുളങ്ങര ഭഗവതി ക്ഷേത്ര പരിസരത്തു നിന്നും പുറപ്പെടും. ശേഷം വൈകുന്നേരം 7 മണിക്ക് തെയ്യം കൂടൽ. തുടർന്ന് മാർച്ച് 16 ചാമുണ്ടി അമ്മ, വിഷ്ണുമൂർത്തി, പടക്കെത്തി ഭഗവതി, കുളികൻ എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തരെ അനുഗ്രഹിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മംഗളൂരുവിൽ വൻ ലഹരി മരുന്ന് വേട്ട. 119 കിലോഗ്രാം കഞ്ചാവുമായി 2 മലയാളികൾ ഉൾപ്പെടെ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇടിഞ്ഞു വീഴാറായ മൺകൂരയിൽ നിന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള സ്നേഹ വീട്ടിലേക്ക് താമസം മാറിയതിന്റെ സന്തോഷത്തിലാണ് കാസർഗോഡ് കൊല്ലാടയിലെ നിർധന കുടുംബമായ ഷൈജു ഷീജ ദമ്പതികൾ. കോൺഗ്രസ് നേതൃത്വത്തിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാനം ഷാഫി പറമ്പിൽ MP നിർവഹിച്ചു. മടിയൻകുളം ക്ഷേത്രപാലക ക്ഷേത്ര നവീകരണം, തെക്കേ കൊട്ടാരം പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി മാടെടുക്കൽ പ്രവൃത്തി ആരംഭിച്ചു. നഗരങ്ങളിലെ ഭൂമിയുടെ വിവരങ്ങൾ നക്ഷ സർവേയിലൂടെ ശേഖരിക്കുന്നു. ജില്ലയിൽ കാസർഗോഡ് നഗരസഭയിലാണ് സർവേ തുടങ്ങിയത്. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കാസർഗോഡ് മുനിസിപ്പൽ വനിതാ ഹാളിൽ NA നെല്ലിക്കുന്ന് MLA നിർവഹിച്ചു. മംഗളൂരുവിൽ ഫുട്ബോൾ ടൂർണമെന്റിനിടെ ഗാലറി തകർന്നു വീണു. MKരയ്ക്ക് സമീപം കഴിഞ്ഞ ദിവസം വൈകിട്ട് 6:30 സംഭവം. ആർക്കും കാര്യമായ പരിക്കില്ല. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. എൻഡോസൾഫാൻ 1031 സമരസമിതിയുടെ നേതൃത്വത്തിൽ 27 കളക്ടറേറ്റ് മാർച്ച് നടത്തും. എൻഡോസൾഫാൻ ദുരിതബാധിത പട്ടികയിൽ നിന്നും കാരണമൊന്നുമില്ലാതെ ഒഴിവാക്കിയ 1031 എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രഖ്യാപിച്ച സഹായം നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് കളക്ടറേറ്റ് മാർച്ച് നടത്തുന്നത്. കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡ്, കാഞ്ഞങ്ങാട് നഗരസഭ, നബാർഡ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കഫേ കുടുംബശ്രീ ഫുഡ് ഫെസ്റ്റിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളി ബസ് സ്റ്റാൻഡ് പരിസരത്ത് കാഞ്ഞങ്ങാട് 2nd ഒതുമ്മ CDSലെ കലാകാരികളുടെ കലാസന്ധ്യ അരങ്ങേറി. വാർത്തകൾ അവസാനിച്ചു. നമസ്കാരം.